ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പിന്നെ ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കാൻ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല, വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നമ്മുടെയൊക്കെ വീട്ടിൽ പഴം വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ തൊലി ഒന്ന് കറുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒഴിവാക്കൂലേ. അപ്പോൾ ഇനി ആരും ഒഴിവാക്കണ്ട കേട്ടോ, നമുക്ക് ഇതുപോലുള്ള നല്ല അടിപൊളി ഡെസേർട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. പിന്നെ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കാൻ ആദ്യം തന്നെ നമുക്ക് കാരമൽ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഏകദേശം നമ്മുടെ പഞ്ചസാരയൊക്കെ ഈ ഒരു രീതിയിൽ മെൽറ്റായിട്ട് വരും. ഈ ഒരു കളറായി കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ കാരമൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ കാരമൽ റെഡിയാക്കുന്നതിൻ്റെ മുന്നേ പുഡിംഗ് ട്രേ ഒക്കെ ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും കേട്ടോ. ഇനി ഏത് പാത്രത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത് ആ ഒരു പാത്രത്തിലോട്ട് ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക. ചൂടായി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും കേട്ടോ. അപ്പം ഞാനിത് ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് വേണ്ടത് പഴമാണ്. ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് പാകമായിട്ടുള്ള പഴമാണ് കേട്ടോ. ഏകദേശം ഒരു കറുപ്പ് കളറൊക്കെ ആയിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ നല്ല പഴുത്ത പഴം ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടെ ബെറ്റർ. എന്നിട്ട് റൗണ്ട് ഷേപ്പിൽ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 3 പഴവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെക്കുക. ചൂടായി വരുമ്പം കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ബട്ടർ എടുക്കുമ്പം അൺസാൾട്ടഡ് ബട്ടർ എടുക്കുക കേട്ടോ. എന്നിട്ട് ആ ഒരു ബട്ടറിൽ ഈ പഴം നല്ല രീതിയിൽ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ബട്ടറൊക്കെ മെൽറ്റായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം കൂടെ ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം പാകമായ പഴമായതുകൊണ്ടാണ് കുറച്ച് ടൈം എടുത്ത്. പക്ഷേ നമ്മുടെ വീട്ടിലുള്ള കറുത്ത തൊലിയുള്ള പഴമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കേട്ടോ. നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉടഞ്ഞു കിട്ടും. ഇനി ഇതിലോട്ട് ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ള പഴം പഞ്ചസാരയിലും ബട്ടറിലും ഒക്കെ കിടന്ന് നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ പഴം നന്നായിട്ട് അങ്ങ് ഉടച്ചു കൊടുക്കുക. ഇതുപോലെ വേണം കേട്ടോ ഉടച്ചു കൊടുക്കാൻ. ഇപ്പം നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇത് ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ ബട്ടറിൻ്റെയും പഞ്ചസാരയുടെയും പഴത്തിൻ്റെ ഒക്കെ നല്ല ടേസ്റ്റ് വരുന്നുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ചൂടാറുന്ന ആ ഒരു ടൈം കൊണ്ട് ഒരു ബൗൾ എടുക്കുക. അതിലോട്ട് കുറച്ച് ജലാറ്റിൻ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 ടീസ്പൂൺ ജലാറ്റിനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ജലാറ്റിന് പെട്ടെന്ന് തന്നെ കട്ട പിടിച്ചു പോകും കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ എടുക്കാണ്ട് തന്നെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് അത്യാവശ്യം തിക്കായിട്ട് വരും കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഈ ഒരു മിക്സ് കിട്ടാൻ. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഈ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മുടെ പഴം നല്ല രീതിയിൽ ചൂടാറി വന്നിട്ടുണ്ടാവും. എന്നിട്ട് ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അടിച്ചെടുക്കാം കേട്ടോ. ഒട്ടും തരികളൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം ഇത് അടിച്ചെടുക്കാൻ. ഇനി നമുക്ക് അടിച്ചെടുത്തിട്ടുള്ള ആ ഒരു പഴത്തിൻ്റെ മിക്സ് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് ഒരു പാക്കറ്റ് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 ലിറ്റർ പാലാണ്. പിന്നെ പാല് ചേർക്കുന്ന സമയത്ത് പെട്ടെന്ന് പണി തീരാനായിട്ട് ആരും തന്നെ അത് മൊത്തമായിട്ട് ചേർത്ത് കൊടുക്കരുത്. ഇതുപോലെ കുറേശ്ശെ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കാൻ പാല് നമുക്ക് ചൂടാക്കുകയോ തിളപ്പിച്ചെടുക്കുകയോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ടെമ്പറേച്ചറിൽ തന്നെ നമുക്ക് ഈ ഒരു മിക്സിലോട്ട് പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു ഡെസേർട്ട് പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള ഒരു എളുപ്പവഴിയും കൂടെ ഞാൻ ഇതിൽ പറഞ്ഞുതരാം കേട്ടോ. സത്യം പറഞ്ഞാൽ ഉണ്ടാക്കി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് എനിക്ക് അത് ഓർമ്മ വന്നത്. അപ്പം ഞാൻ കരുതി നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് കേട്ടോ. നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യൂല ആ ഒരു പഴത്തിൻ്റെ മിക്സ്, അത് മിക്സിയുടെ വലിയ ജാറിലിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇനി നമ്മൾ എടുക്കുന്ന ആ ഒരു പാലും കൂടെ ആ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അവസാനമായിട്ട് ചേർക്കുന്നത് ജലാറ്റിനാണ് കേട്ടോ. നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ജലാറ്റിനും കൂടെ മിക്സിയിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ പണിയും കഴിയും. പിന്നെ നമ്മൾ ഒരുപാട് നേരം മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി നമ്മുടെ കാരമലിൻ്റെ മുകളിലോട്ട് ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു പുഡിംഗ് ട്രേയിലോട്ടുള്ള മെഷർമെൻ്റാണ് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻറ്റ്സിലും മാറ്റം വരും കേട്ടോ.
ഇതിപ്പം ഈ ഒരു ഡെസേർട്ടിൻ്റെ മാത്രം കാര്യമില്ല, നമ്മൾ എന്തൊരു സാധനം ഉണ്ടാക്കുകയാണെങ്കിലും അവരെടുക്കുന്ന പാത്രത്തിൻ്റെ വലിപ്പവും പിന്നെ അതുപോലെ തന്നെ ആ ഒരു ക്വാണ്ടിറ്റിയും ഒക്കെ ശ്രദ്ധിക്കുക. എന്നിട്ട് അതിലും കൂടുതൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ ഒരു ഡെസേർട്ട് കുറഞ്ഞതൊരു 5 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ആവാൻ വേണ്ടി വെക്കണം കേട്ടോ. 5 മണിക്കൂറിന് ശേഷം ഡെസേർട്ടൊക്കെ നല്ല രീതിയിൽ തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. എന്നിട്ട് ഞാനിതിൽ കാണിക്കുന്ന പോലെ ഒരു കത്തി ഉപയോഗിച്ചിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് അടർത്തി കൊടുക്കുക. ഇനി ഒരു ട്രേയിലോട്ട് നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. നമ്മൾ ഡീമോൾഡ് ചെയ്തെടുക്കുന്ന ടൈമിൽ തന്നെ അത് പെട്ടെന്ന് തന്നെ ട്രേയിൽ നിന്ന് വിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഡെസേർട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കട്ട് ചെയ്യുമ്പോൾ ആണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും വീട്ടിൽ പഴമൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇതൊരൊറ്റ തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ നമ്മുടെ വീട്ടിലേക്ക് ഗസ്റ്റൊക്കെ വരുമ്പം അല്ലെങ്കിൽ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഡെസേർട്ടാണിത്. ഒരു മസ്റ്റ് ട്രൈ ഐറ്റം എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻഷാ അല്ലാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു വ്ലോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.